Hello everyone, welcome to Kids Area Online. ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ക്ലാസ് 4 മലയാളം ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2026 നമുക്ക് നോക്കാം. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? ഈസി ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. 5 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. 5A 5B ഒക്കെ ഉണ്ട്. അതിലേതെങ്കിലും തിരഞ്ഞെടുത്ത് എഴുതുക. 1ാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. നാട് മുഴുവൻ സുഖനിദ്രയിൽ നിന്ന് ഉണരും മുമ്പേ അമ്മക്കിളി യാത്ര തുടങ്ങി. മലനാടും താണ്ടിയുള്ള ഈ യാത്ര ഇനി എത്ര നാൾ? ഓരോ ദിവസവും കിട്ടുന്ന നെന്മണിയുടെ അളവ് കുറഞ്ഞു വരുന്നു. തീറ്റയും കാത്ത് അക്ഷമരായി കൂട്ടിലിരിക്കുന്ന മക്കളെ ഓർത്തപ്പോൾ അവളുടെ പറക്കലിന് വേഗത കൂടി. കാട്ടിലെ വൻമരത്തിൽ കൂടൊരുക്കി പാർത്തിരുന്നവരായിരുന്നു അവർ. കാട് കയ്യേറി മനുഷ്യനുണ്ടാക്കിയ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയതാണ്. സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും മറ്റുമുണ്ടല്ലോ എന്നതായിരുന്നു ആശ്വാസം. വയൽ നികത്തി. മനുഷ്യർ ആ സ്വപ്നവും ഇല്ലാതാക്കി. ഇനി എന്തു ചെയ്യും? അമ്മക്കിളിയുടെ മനസ്സിൽ സങ്കടം തിരയടിച്ചു. ഉച്ചയായിട്ടും ഒന്നും കിട്ടാതായപ്പോൾ അവൾ കൂട്ടിലേക്ക് മടങ്ങി. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കളോട് അവൾ പറഞ്ഞു, മക്കളെ, ഈ അവസ്ഥയും അതിജീവിക്കണമല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാൻ അതാണ് നല്ലത്. കുഞ്ഞുകിളിയിൽ സ്നേഹത്തോടെ അമ്മക്കിളിയുടെ ചിറകിനടിയിലേക്ക് ചേർന്നിരുന്നു. എ ക്വസ്റ്റ്യൻ, അക്ഷമരായി കൂട്ടിലിരിക്കുന്ന മക്കളെ ഓർത്തപ്പോൾ അവളുടെ പറക്കലിന് വേഗത കൂടി. അടിവരയിട്ട പദം അർത്ഥമാക്കുന്നത് എന്ത്? അക്ഷമരായി എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവരായി. അക്ഷമർ ക്ഷമയുള്ളവരായി. ബി ആണ് ശരി ഉത്തരം. അമ്മക്കിളിയുടെ സ്വപ്നം ഇല്ലാതായത് എങ്ങനെ? എ, വയൽ നികത്തിയതുകൊണ്ട്. വയൽ നികത്തിയതുകൊണ്ട്. സി, ഉറക്കം എന്നതിന് പകരമായി ഉപയോഗിക്കുന്ന പദം. ഡി, നിദ്ര. നിദ്രയാണ് ശരി ഉത്തരം. അടുത്തത്, കൂടൊരുക്കി പാർത്തു എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കൂട് ഒരുക്കി പാർത്തു. എ ആണ് ശരി ഉത്തരം. 90ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാൻ അതാണ് നല്ലത്. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൂട്ടപ്പൊരിച്ചിൽ, അവസാനം വരെ നടക്കുന്ന കൂട്ടപ്പൊരിച്ചിൽ, 90 മിനിറ്റ് കൊണ്ട് നടക്കുന്ന കൂട്ടപ്പൊരിച്ചിൽ, അവസാന നിമിഷത്തെ തിരക്ക് കൂട്ടൽ. ശരി ഉത്തരം 4, ബി ആണ്. അപ്പോൾ 4 മാത്രമാണ് ശരി. അവസാന നിമിഷത്തെ തിരക്ക് കൂട്ടൽ. 2ാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കാം. CM വിനയചന്ദ്രന്റെ കവിതയിലെ ഏതാനും വരികൾ താഴെ നൽകിയിട്ടുള്ളത് വായിക്കൂ. പ്രകൃതിയിലെ സന്തോഷകരമായ മറ്റ് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കണ്ടെത്തി വരികൾ കൂട്ടിച്ചേർക്കൂ. ചുരുങ്ങിയത് 4 വരികളെങ്കിലും കൂട്ടിച്ചേർക്കണം. കിളികളി മണ്ണിന്റെ പാട്ടുകാരായി
മലകളീ മണ്ണിന്റെ കാവലാളായി, പുഴകളീ മണ്ണിന്റെ പാഞ്ഞരമ്പായി. നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? അരുവികളീ മണ്ണിന്റെ സംഗീതമായി, പൂവുകളീ മണ്ണിന്റെ പുഞ്ചിരിയായി, കാറ്റുകളീ മണ്ണിന്റെ തലോടലായി, പച്ചപ്പുകളീ മണ്ണിന്റെ പട്ടുടുപ്പായി. ഇതുപോലെ പ്രകൃതിയിലുള്ള ഓരോ കാര്യങ്ങളും ചേർത്ത് മണ്ണിന്റെ എന്താണെന്ന് എഴുതുക. ആ ഒരു രീതിയിൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തത് പോസ്റ്റർ തയ്യാറാക്കാം. കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്ന കഥയിൽ ചിണ്ടൻ കൂട് തുറന്ന് തന്റെ തത്തയെ പറത്തിവിട്ടതും കുഞ്ഞുണ്ണി തന്റെ മീൻ കുഞ്ഞുങ്ങളെ തോട്ടിലേക്ക് തുറന്നു വിട്ടതും വായിച്ചല്ലോ. നാം അറിഞ്ഞോ അറിയാതെയോ ജീവികളോട് കാണിക്കുന്ന ക്രൂരതകൾക്കെതിരായ ആശയം എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്ന രീതിയിൽ ആവശ്യമായ ചിത്രങ്ങളും വാക്യങ്ങളും ഉപയോഗിച്ച് ആകർഷകമായ പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പോൾ ചിത്രം നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിലടച്ചിരിക്കുന്ന തത്തയെ ഉപയോഗിക്കാം, ചങ്ങലയിട്ടിരിക്കുന്ന ആനയെ കാണിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പക്ഷി, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? നമുക്കൊരു ചിത്രം വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സെന്റൻസുകൾ, വാക്യങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ, ദയ കാണിക്കൂ, ഇങ്ങനെ എഴുതാം. ആകാശം പറക്കാനുള്ളതാണ്, കൂട്ടിലടയ്ക്കാനുള്ളതല്ല. അതുപോലെ എഴുതാം. മൃഗങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. മിണ്ടാപ്രാണികളോട് ക്രൂരത കാട്ടാതിരിക്കുക. ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന വാക്യങ്ങളാണ്. ഓക്കെ. പ്രവർത്തനം 4 4A 4B എന്നിങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. 4A രചന പരിചയക്കുറിപ്പ് തയ്യാറാക്കാം. ശ്രീമതി എം ഗീതാഞ്ജലിയുടെ ദിയമോളും അമ്മമ്മയും എന്ന പുസ്തകത്തിലെ ഒളിമ്പിക്സ് പരിശീലനം എന്ന കഥ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇതിലെ ആശയം ഉൾക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വായനാ അനുഭവങ്ങളും ഉൾപ്പെടുത്തി ഈ കഥ മറ്റുള്ളവരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കൂ. രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു 4A ക്വസ്റ്റ്യൻ. 4B അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ചുറ്റിലും കൂടിയ കാക്കകളൊക്കെയും കൊത്തിയ കൊത്തുകളേറ്റു ഒറ്റച്ചിറക് തകർന്നൊരാ കാക്കയൻ മുറ്റത്ത് വീണ് കിടന്നു. ഒട്ടും പറക്കുവാനാകാത്ത കാക്കയ്ക്ക് വറ്റും ജലവും കൊടുത്തു. പാവം ആ പക്ഷിയെ ഓർമ്മിച്ചിരുന്നു ഞാൻ പാതിരയോളം കരഞ്ഞു. അയാൾ പക്ഷിക്ക് വെള്ളവും വറ്റും കൊടുത്ത് അതിൻ്റെ ജീവൻ രക്ഷിച്ചു. ഇതുപോലെ സഹജീവികളെ സംരക്ഷിച്ചതോ അവയോട് കരുണ തോന്നിയതോ ആയ നിങ്ങളുടെ ഒരു അനുഭവം എഴുതൂ. ഇത് നിങ്ങളുടെ ഒരു അനുഭവം എഴുതാനാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 5A 5B ഏതെങ്കിലും ഒന്ന് എഴുതാം. പ്രസംഗമാണ്. ബെല്ലടിച്ചു, കളി നിർത്താം, സുഹൈൽ വിളിച്ചു പറഞ്ഞു. ഫുട്ബോൾ കളിയുടെ ആവശ്യത്തിൽ കൂട്ടുകാർ ഒന്നും കേട്ടതേയില്ല. അവർ കളി തുടർന്നു. ഇക്കാര്യം സ്കൂളിന്റെ അച്ചടക്കത്തെ ബാധിക്കുന്ന കാര്യമല്ലേ? തന്റെ സഹപാഠികളെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? സ്കൂൾ ലീഡറായ സുഹൈൽ ചിന്തിച്ചു. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കുവാൻ സുഹൈലിനെ സഹായിക്കൂ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്കൂൾ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. കളിക്കളത്തിലായാലും ക്ലാസ്സിലായാലും കൃത്യനിഷ്ഠ പാലിക്കുന്നത് നമ്മുടെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ബെല്ലടിക്കുമ്പോൾ കളി നിർത്തി ക്ലാസ്സിലേക്ക് പോകുന്നത് നമ്മുടെ പഠനത്തെയും സ്കൂളിന്റെ നിയമങ്ങളെയും ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. നല്ലൊരു നാളെ കരുപിടിപ്പിക്കാൻ നമുക്ക് ഇന്നു മുതൽ നിയമങ്ങൾ അനുസരിക്കുന്ന നല്ല വിദ്യാർത്ഥികളാകാം. നന്ദി. ഇതുപോലെ ഒരു പ്രസംഗം തയ്യാറാക്കാനായിരുന്നു 5A ക്വസ്റ്റ്യൻ. 5B ആത്മകഥ തയ്യാറാക്കാനാണ്. ചെമ്മനം ചാക്കോയുടെ എനിക്കൊരു മാമ്പഴം എന്ന ആത്മകഥാഭാഗം പരിചയപ്പെട്ടില്ലേ? ബാല്യകാല അനുഭവങ്ങൾ എത്ര മനോഹരമായാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഹലോ ഉറക്കെ പാടൂ എന്ന കഥയിലെ പട്ടൂസിന്റെ ആത്മകഥ എഴുതി നോക്കൂ. പട്ടൂസിന്റെ ആത്മകഥ എഴുതാനാണ് 5B ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതായിരുന്നു 4ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി
വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.